Hi, welcome to Renisha CS Edu World. നമ്മൾ ഈ വീഡിയോയ്ക്ക് പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് എ ഗ്രാഫ്, അതായത് ഗ്രാഫിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് ഉണ്ട്. ഓക്കെ, അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയ്ക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാഫ് ഈസ് എ നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് നോഡ്സ് ആൻഡ് എഡ്ജസ്. നോഡ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തെ ഓരോ വേർട്ടിസസും ആണ് നമ്മൾ എന്ത് പറയുന്നത്, നോഡ്സ് എന്ന് പറയുന്നത്. ഗ്രാഫിൻ്റെ അകത്ത് വേർട്ടിസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോഡ്സ് എന്ന് പറയുന്നത്. ഈ നോഡ്സിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എഡ്ജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മനസ്സിലായോ? ഇത് ഗ്രാഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ. നോൺ ലീനിയർ ആയിട്ടുള്ള ഡേറ്റ സ്ട്രക്ചർ ആണ് ഗ്രാഫ് എന്ന് പറയുന്നത്. ആ ഗ്രാഫിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്, നോഡ്സും കാണും, എഡ്ജസും കാണും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് നോഡ്സ് ആൻഡ് എഡ്ജസ്. നോഡ്സ് മീൻസ് വേർട്ടിസസ് ആൻഡ് എൻഡ്സ് എന്ന് പറഞ്ഞ ഈ വേർട്ടിസസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലൈൻസിനെയാണ് എന്ത് പറയുന്നത്, എഡ്ജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, എന്താണ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു എക്സാമ്പിൾ. ഓക്കെ, ഒരു ഗ്രാഫിനൊരു എക്സാമ്പിൾ. ദിസ് ഈസ് എ ഗ്രാഫ്. ഇതിൻ്റെ അകത്തുള്ള വെർട്ടിസസ് അല്ലെ നോഡ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, വെർട്ടിസസ് ഏതാണ്? 1, 2, 3, 4. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന വേർട്ടിസസ് എന്ന് പറയുന്നത് ഈ ഗ്രാഫിൻ്റെ അകത്ത്, ഈ എക്സാമ്പിളിനകത്ത് വേർട്ടിസസ് എന്ന് പറയുന്നത് 1, 2, 3, 4 ആണ് വേർട്ടിസസ് അല്ലെങ്കിൽ നോഡ്സ് എന്ന് പറയുന്നത്. ഇനി എഡ്ജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വേർട്ടിസസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലൈനെയാണ് എന്ത് പറയുന്നത്, എഡ്ജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എഡ്ജസിന് ഏതൊക്കെയാണ്? ഇതൊരു എഡ്ജാണ്, ഇതൊരു എഡ്ജാണ്, ഇതൊരു എഡ്ജാണ്, ഇതൊരു എഡ്ജാണ്, ഇതൊരു എഡ്ജാണ്. അപ്പം ഇതിനെ എഡ്ജിനെ നമ്മൾ എഴുതുന്നത് സാധാരണ ഇങ്ങനെയാണ്, ബ്രാക്കറ്റിൽ എഴുതും. ഇതൊരു ലൈൻ ആണെങ്കിൽ 1, 2. ഓക്കെ, ഇനി അടുത്ത ഇതാണെങ്കിലോ ഈ എഡ്ജിനെ എങ്ങനെ എഴുതും? 2, 3 അല്ലെ 3, 2 എന്ന് എഴുതിയാലും മതി. ഇവിടെ ഡയറക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാമെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഡയറക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണേലും എഴുതാം. ഇപ്പം 1, 2 എന്ന് വേണേൽ എഴുതാം, 2, 1 എന്ന് എഴുതാം, 2, 3 എന്ന് എഴുതാം, 3, 2 എന്ന് എഴുതാം. രണ്ടും ശരിയാണ്. ഇനി ഈ ലൈൻ കാണിക്കണമെങ്കിൽ 4, 3 അല്ലെങ്കിൽ 3, 4 എന്ന് കൊടുക്കാം. ഇതാണെങ്കിലോ ഒന്നുകിൽ 1, 4 അല്ലെങ്കിൽ 4, 1. ഇത് തമ്മിലാണെങ്കിലോ 1, 3. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള എഡ്ജസ് എന്ന് പറയുന്നത് ഇതെല്ലാമാണ്. മനസ്സിലായോ? അപ്പം ഒരു ഗ്രാഫിൻ്റെ അകത്തെ നോഡ്സ് ആണിത്. നോഡ്സിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലൈൻസിനാണ് എന്ത് പറയുന്നത്, എഡ്ജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഗ്രാഫിന് നമ്മുടെ റിയൽ ലൈഫ് എക്സാമ്പിൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ നെറ്റ്വർക്ക്സ്, ഫേസ്ബുക്ക്, വാട്സാപ്പ് എല്ലാം എന്തിന് എക്സാമ്പിളാണ്? ഇറ്റ്സ് എ ഗ്രാഫാണ്. ഗ്രാഫിന് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഓരോ നോട്ട്സ് എന്ന് പറയുന്നത് ഓരോ ആൾക്കാരുമാണ്. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഓരോ ആൾക്കാരുമാണ്. ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് എടുക്കുക അല്ലെ വാട്സാപ്പ് എടുക്കുക, അതിനകത്ത് യൂസ് ചെയ്യുന്ന ഓരോ പേഴ്സണും ആയിരിക്കും എന്താണ് അവിടുത്തെ നോഡ്. ഓക്കെ, ആ മൊബൈലിനകത്ത് ആ പർട്ടിക്കുലർ ആ നോഡിൻ്റെ അകത്ത് എന്തൊക്കെ കാണും, കുറച്ച് ഇൻഫോർമേഷൻസ് ആയിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ പേഴ്സണൽ ഇൻഫോർമേഷൻസ്, ഓക്കെ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ആ നോട്ട്സിനകത്ത് ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇനിയും ഇവിടെ എഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പം ഇവിടെ ഞാൻ വേറൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, ഒരു എഡ്ജാണ്. മനസ്സിലായോ? നമ്മൾ കമ്പ്യൂട്ടർ ലാബിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കിംഗ് ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഗ്രാഫ്. ഇതെല്ലാം റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ എന്താണ് ഗ്രാഫ് എന്നുള്ളത് മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ടേംസ് നമുക്ക് പഠിക്കാനായിട്ടുള്ളതെന്ന് നോക്കാം. എന്തൊക്കെ ടേംസ് ആണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് ഒരു ഗ്രാഫിൻ്റെ അകത്ത്? ഗ്രാഫ് ഈസ് എ നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ. ഇറ്റ് കണ്ടെയ്ൻസ് എ സെറ്റ് ഓഫ് പോയിന്റ്സ്. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് സെറ്റ് ഓഫ് പോയിന്റ്സ് ഉണ്ട്? ഏതൊക്കെ പോയിന്റാണ്? നോൺ ആസ് നോഡ്സ്. ആ സെറ്റ് ഓഫ് പോയിന്റ്സിനെ പറയുന്നതാണ് നോഡ് അല്ലെങ്കിൽ വേർട്ടിസസ് എന്ന് പറയും. അതിൻ്റെ സെറ്റ് ഓഫ് ലിങ്ക് നോൺ ആസ് എഡ്ജ്. ആ ലിങ്കിന് എന്ത് പറയും? എഡ്ജ് എന്ന് പറയും. ഹിയർ എഡ്ജ് ആർ യൂസ്ഡ് ടു കണക്ട് വേർട്ടിസസ്. എഡ്ജ് വേർട്ടിസസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന എന്ത് യൂസ് ചെയ്താണ്? എഡ്ജ് യൂസ് ചെയ്താണ് കണക്ട് ചെയ്യുന്നത്. ഇതാണ് ഒരു ഗ്രാഫിന്റെ ഡെഫിനിഷൻ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ടെർമിനോളജീസ് യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ വേർട്ടിസസ്. വേർട്ടെക്സ് എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഈ ഒരു ഗ്രാഫിൻ്റെ അകത്തെ നോഡ്സിനെയാണ് എന്ത് പറയുന്നത്? വേർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പം വേർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിവിജ്വൽ ഡേറ്റ എലിമെന്റ് ഓഫ് എ ഗ്രാഫ്.
ഓക്കെ, ഒരു ഗ്രാഫിന്റെ അകത്ത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡേറ്റ എലിമെന്റിനെയാണ് എന്ത് പറയുന്നത്, വേർട്ടെക്സ് ഓർ നോഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു ഗ്രാഫിന്റെ അകത്ത് ഇൻഡിവിജ്വൽ ഡേറ്റ എലിമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒന്നുകിൽ അതിനെ നോഡ് എന്ന് പറയും അല്ലെങ്കിൽ വെർട്ടെക്സ് എന്ന് പറയും. ഓക്കെ, ഇപ്പൊ ഇതിന്റെ അകത്ത് അങ്ങനെയാണ് എക്സാമ്പിൾ, ഇതൊരു എക്സാമ്പിൾ ആണ് ഗ്രാഫിന്. ഇതിന്റെ അകത്ത് വെർട്ടെക്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, എ ബി സി ഡി ഇ ആർ ദ vertex of this graph. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് വെർട്ടെക്സ് എന്ന് പറയുന്നത് എ ബി സി ഡി ഇ ആണ്. നെക്സ്റ്റ് ടെർമിനോളജി ഗ്രാഫിന്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് എഡ്ജ്. എഡ്ജിനെ നമ്മൾ ആർക്ക് എന്നും പറയും. ഓക്കെ, അപ്പൊ ആർക്ക് എഡ്ജ് എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു നേരത്തെ. എന്താണ് എഡ്ജ്? ഇറ്റ് ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ടു വേർട്ടിസസ് അല്ലെ, രണ്ട് വേർട്ടിസസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലൈനെയാണ് എന്ത് പറയുന്നത്, എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എഡ്ജ് ഈസ് എ കണക്ഷൻ ലൈൻ ബിറ്റ്വീൻ ടു വേർട്ടിസസ്. രണ്ട് വേർട്ടിസസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കണക്ഷൻ ലൈൻസിനെയാണ് എന്ത് പറയുന്നത്, എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് വേർട്ടിസസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലൈൻ, അതാണ് എഡ്ജ്. അപ്പൊ ഈ ഒരു ഗ്രാഫിന്റെ അകത്ത് എഡ്ജ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും, എ കോമ ബി. എവിടെ നിന്നാണ് തുടങ്ങുന്നത്, ഏത് എഡ്ജിൽ നിന്നാണ് തുടങ്ങുന്നത്, ഏത് എഡ്ജിലാണ് നമ്മൾ അവസാനിക്കുന്നത്. ഇപ്പൊ ഈ ലൈൻ ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കുന്നതെങ്കിൽ എ കോമ ബി നിട്ടാൽ മതി. ബി കോമ എ എന്നും ഇടാം. അതിവിടെ ഡയറക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ഇനി ടൈപ്പ് ഓഫ് എഡ്ജസ് പഠിക്കാൻ പോവാണ്. അപ്പം ഇവിടെ ഒരു ഡയറക്ഷൻ പറയുന്നില്ല, അങ്ങോട്ടും പാം ഇങ്ങോട്ടും പാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എ കോമ ബി എന്ന് കൊടുക്കാം. പിന്നെന്താണ്, ബി കോമ സി. ഓക്കെ, ബി കോമ സി ഇല്ല, എ കോമ സി, ബി കോമ ഡി, പിന്നെ സി ഡി, DE. These are the edges. അപ്പൊ ഇത് ഇത്രയുമാണ് ഇതിൻ്റെ അകത്തെ എഡ്ജസ് എന്ന് പറയുന്നത്. ഇവിടെ ഡയറക്ഷൻ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് AC-ന്നോ CA-ന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും എഴുതാം. ഇവിടെ നമ്മൾ 3 തരത്തിലുള്ള എഡ്ജസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പം ഇവിടെ ഡയറക്ഷൻ ഇല്ല, അപ്പൊ അൺഡയറക്റ്റഡ് എഡ്ജസ് ഉണ്ട്, ഡയറക്റ്റഡ് എഡ്ജസ് ഉണ്ട്, പിന്നെ വെയ്റ്റഡ് എഡ്ജസ് ഉണ്ട്. അപ്പൊ 3 തരത്തിലുള്ള എഡ്ജസ് ആണ് ഇവിടെ ഉള്ളത്. ഏതൊക്കെയാണ്, ഡയറക്റ്റഡ്, അൺഡയറക്റ്റഡ് എഡ്ജ്, വെയ്റ്റഡ് എഡ്ജ്. ഓക്കെ, അൺഡയറക്റ്റഡ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഇതൊരു അൺഡയറക്റ്റഡ് എഡ്ജാ, ഡയറക്ഷൻ പറഞ്ഞിട്ടില്ല, മനസ്സിലായി. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു നമുക്ക് ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ട് ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എയിൽ നിന്ന് ബിയിലേക്കും പോകാം, ബിയിൽ നിന്ന് എയിലേക്കും വരാം. ഓക്കെ, ഇതിനെയാണ് അൺഡയറക്റ്റഡ് എഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ഡയറക്ഷൻ പറയുന്നില്ല, എയിൽ നിന്ന് ഡിയിലേക്കും പോകാം, ഡിയിൽ നിന്ന് സിയിലേക്കും പോകാം. ഇതാണ് അൺഡയറക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡയറക്ഷൻ അവിടെ പറയുന്നില്ല. ഇനിയും ഡയറക്റ്റഡ് എഡ്ജ്. ഡയറക്റ്റഡ് എഡ്ജിന്റെ കേസിൽ നമ്മൾ ഡയറക്ഷൻ പറയും. ഈ ഒരു കേസിൽ ഈ എഡ്ജസിനകത്ത് ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് ഈ എയിൽ നിന്ന് ബിയിലേക്ക് പോകാം, ബിയിൽ നിന്ന് എയിലേക്ക് നമുക്ക് വരാൻ പറ്റില്ല, മനസ്സിലായോ? അപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് പോകാം, ബിയിൽ നിന്ന് നമുക്ക് എയിലേക്ക് വരാൻ പറ്റില്ല. അതുപോലെ എയിൽ നിന്ന് സിയിലേക്ക് പോകാം, സിയിൽ നിന്ന് എയിലേക്ക് പോകാമോ? ഇല്ല. ഇവിടെ ഒരു ഡയറക്ഷൻ ഉണ്ട്, ആ പർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രമേ ആ എഡ്ജ് പോകാൻ പറ്റുള്ളൂ. അപ്പം ഇതിനെയാണ് ഡയറക്റ്റഡ് എഡ്ജ് എന്ന് പറയുന്നത്. ഇനി വെയ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കോസ്റ്റ് കൊടുക്കും. അതായത് എയിൽ നിന്ന് സിയിലേക്ക് പോകാനായിട്ട് ഒരു നമ്പർ ഇത്ര, ഇപ്പൊ 20 ആണ്, 20. ഓക്കെ, ഇപ്പം സിയിൽ നിന്ന് ഡിയിലേക്ക് പോകാനായിട്ട് 10. അത് ഡിപ്പെൻഡിങ് ഓൺ ഒന്നീ ഡിസ്റ്റൻസ് ആവാം, അല്ലെങ്കിൽ ആ ട്രാവൽ ചെയ്യുന്ന കോസ്റ്റ്, അങ്ങനെ ഓരോന്നിനനുസരിച്ച് മാറും. അതായത് ഈ ഒരു എഡ്ജിന് ഒരു പർട്ടിക്കുലർ വാല്യൂ നമ്മൾ കൊടുക്കുക, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വെയ്റ്റഡ് എഡ്ജ് എന്ന് പറയും. അഡ്ജസന്റ് വേർട്ടിസസ്. അഡ്ജസന്റ് വേർട്ടിസസ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു ഇപ്പം V1 എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് ഉണ്ട്, അതിന്റെ അഡ്ജസന്റ് ആണ് V2 എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ V1-ൽ നിന്ന് എന്ത് ചെയ്യണം, V2-ലേക്ക് ഒരു കണക്ഷൻ വേണം. അപ്പൊ അതാ പറയുന്നത് vertex V1 is said to be adjacent to vertex V2. Okay, if there is an edge, ഒരു എഡ്ജ് വേണം. എവിടുന്ന, V1 to V2 or V2 to V1. V1-ൽ നിന്ന് V2-ലേക്കോ അല്ലെ V2-ൽ നിന്ന് V1-ലേക്ക് എന്ത് വേണം, ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ അതിനെ എന്ത് പറയാം, അഡ്ജസന്റ് ആണെന്ന് പറയാം. V1-ന്റെ അഡ്ജസന്റ് ആണ് V2 എന്ന് പറയാം. അപ്പൊ ഇതൊരു ഗ്രാഫാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നു, നോക്കി, ഈ 1-ന്റെ അഡ്ജസന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ കിട്ടും, 1-ൽ നിന്ന് കണക്ഷൻ പോയിരിക്കുന്ന ഏതൊക്കെയാന്ന് നോക്കുക, 2ഉം 4ഉം. അപ്പൊ 1-ന്റെ അഡ്ജസന്റ് 2ഉം 4ഉം. 2-ന്റെ എടുക്കുവാണല്ലോ 1ഉം 3ഉം. കണക്ഷൻ പോയിരിക്കുന്ന ഇങ്ങോട്ടാ, 1-ൽ നിന്ന് 1-ലോട്ടും 3-ലോട്ടും. അപ്പൊ 2-ന്റെ അഡ്ജസന്റ് 1ഉം 3ഉം. 3-യുടെയോ
2ഉം 4ഉം കണ്ടോ 3യുടെ 2ഉം 4ഉം 4 എടുക്കുവാണേലോ 1 3 5 6 കണ്ടോ 4ന്റെ അഡ്ജസ്റ്റന്റ് 1 3 5 6 5ന്റെ എടുക്കുവാണെങ്കിൽ ഒരെണ്ണം വരും 4 6ന്റെ എടുക്കുവാണേലോ 4 വരും. അപ്പൊ ഇതാണ് അഡ്ജസ്റ്റന്റ് വെർട്ടിസസ്. മനസ്സിലായോ എന്താണെന്നുള്ളത്? അഡ്ജസ്റ്റന്റ് വെർട്ടിസസ് എന്താണെന്നുള്ളത്. നെക്സ്റ്റ് ഈസ് ദ പാത്ത്. നമ്മൾ ട്രീക്കകത്ത് പഠിച്ച സെയിം തന്നെയാണ് പാത്ത് എന്ന് പറയുന്നത്. പാത്ത് എന്ന് പറയുന്നത് എ പാത്ത് ഫ്രം വെർട്ടെക്സ് W. A path from vertex W is a sequence of vertices. Okay, each adjacent to the next. അപ്പം ഒരു പാത്ത് വെർട്ടെക്സ് W is a sequence of vertices. അതിന്റെ വെർട്ടിസസിന്റെ ഒരു സീക്വൻസ് ആയിരിക്കും. ഓരോന്നും എന്തായിരിക്കും? അഡ്ജസെന്റ് ടു നെക്സ്റ്റ് ആയിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് 1ൽ നിന്ന് 5ൽ എത്തണമെന്ന് വിചാരിക്കുക. 1ൽ നിന്ന് 5ൽ എത്തണമെങ്കിൽ ഇവിടെ രണ്ട് തരത്തിൽ പോവാം. ഒന്നുകിൽ 1ൽ നിന്ന് 4ൽ പോവാം, 4ൽ നിന്ന് എന്ത് ചെയ്യാം? 5ൽ പോവാം. അപ്പൊ അതാ പറഞ്ഞത്, നമുക്ക് ഒരു പാത്ത് എന്ന് പറയുന്ന ഒരു വെർട്ടെക്സിൽ നിന്ന് അതിന്റെ അഡ്ജസെന്റ് ആയിട്ട് കിടക്കുന്ന അഡ്ജസെന്റ് വെർട്ടിസസിലേക്ക് പോകുന്ന അഡ്ജസെന്റ് വെർട്ടിസസിൽ നമുക്ക് എന്ത് ചെയ്യണം? ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. അപ്പൊ നമുക്ക് 1ൽ നിന്ന് 5ൽ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം? 1ൽ നിന്ന് 4ൽ പോവാം, എന്നിട്ട് 4ൽ നിന്ന് എന്ത് ചെയ്യാം? 5ലോട്ട് പോവാം. അതാണ് പറഞ്ഞിരിക്കുന്നത്. the path from vertex W is a sequence of vertices. സീക്വൻസ് പറഞ്ഞിട്ട് ഇത് ഓരോ സീക്വൻസ്, ഇതിനാണ് ഒരു സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പൊ സീക്വൻസ് ഓഫ് വെർട്ടിസസ് ഉണ്ടായിരിക്കും. ഒന്നിൽ കൂടുതൽ വെർട്ടിസസ് കാണും. ഒരു വെർട്ടെക്സ് അല്ല, ഒന്നിൽ കൂടുതൽ വെർട്ടിസസ് കാണും. അതാണ് പറയുന്നത് സീക്വൻസ് ഓഫ് വെർട്ടിസസ് ഈച്ച് അഡ്ജസെന്റ് ടു ദ നെക്സ്റ്റ്. അതായത് ഇവിടെ ഇത് അഡ്ജസെന്റ് ആയിരിക്കണം. ഇവിടെ 4 തീർന്നു കഴിഞ്ഞാൽ എന്തായിരിക്കണം? ഇവിടെ എന്തായിരിക്കണം? 4 ആയിരിക്കണം. എന്നിലേ എന്ത് വരത്തുള്ളൂ? അഡ്ജസ്റ്റന്റ് ആയിട്ട് വരത്തുള്ളൂ. കേട്ടോ, 1ൽ നിന്ന് 4ൽ വന്നു, 4ൽ നിന്ന് 5ലോട്ട് പോയി. ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെ പോവാം? 1ൽ നിന്ന് 2ൽ വരാം, 2ൽ നിന്ന് 3 വരാം, 3ൽ നിന്ന് 4ൽ പോവാം, 4ൽ നിന്ന് 5ലും വരാം. അതും ഒരു പാത്താണ്. എങ്ങനെ വരാം? 1ൽ നിന്ന് 2ൽ പോവാം, 2ൽ നിന്ന് 3 പോവാം, 3 to 4 and 4 to 5. It is the another path. ഇതും ഒരു പാത്താണ്. 4ൽ നിന്ന് 5ലേക്ക് വരാനായി, 1ൽ നിന്ന് 5ലേക്ക് വരാൻ ഇതും വേറൊരു പാത്താണ്. ഓക്കെ, 1ൽ നിന്ന് 5ലേക്ക് വരാനുള്ള രണ്ട് പാത്തുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പാത്ത് എന്താന്ന് മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സൈക്കിൾ. സൈക്കിൾ എന്ന് പറഞ്ഞാൽ സൈക്കിൾ ഇസ് എ പാത്ത്. സൈക്കിൾ എന്ന് പറയുന്ന ഒരു പാത്താണ്. അതിന്റെ ഫസ്റ്റ് വെർട്ടെക്സും ലാസ്റ്റ് വെർട്ടെക്സും സെയിം ആയിരിക്കും. അങ്ങനെയുള്ള പാത്തിനെയാണ് എന്ത് പറയുന്നത്? സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ സൈക്കിൾ ഈസ് എ പാത്ത് ഇൻ വിച്ച് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വെർട്ടെക്സ് ആർ ദ സെയിം. ഫസ്റ്റ് വെർട്ടെക്സും ലാസ്റ്റ് വെർട്ടെക്സും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയുള്ള ഒരു പാത്തിനെയാണ് എന്ത് പറയുന്നത്? സൈക്കിൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇൻ ദിസ് ഫിഗർ നമുക്ക് ഞാനൊരു പാത്ത് എഴുതാൻ പോവാണ്. കേട്ടോ, 2 1 എനിക്ക് 2 1 1 4 പാത്താണല്ലോ ഇത്. 1 4 4 3 3 2. ഓക്കെ, അതായത് ഈ 2ൽ നിന്ന് പോയി ഞാൻ 2 തന്നെ തിരിച്ചെത്തി. അതാ പറയാ ഒരു സൈക്കിളാണ്. ഇപ്പൊ 2ൽ നിന്ന് 1 2 to 1 1 to 4 4 to 3 3 to 2. ഓക്കെ, അപ്പൊ ഇതാ പറഞ്ഞെങ്കിൽ ദിസ് ഇസ് എ പാത്ത്. ഒരു സൈക്കിൾ എന്താണ്? ഒരു പാത്താണ്. അതിന്റെ എന്തായിരിക്കണം? ഫസ്റ്റ് വേർട്ടെക്സും ലാസ്റ്റ് വേർട്ടെക്സും സെയിം ആണെങ്കിൽ അതിനെയാണ് സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു പാത്തിന്റെ അകത്ത് ഫസ്റ്റ് വേർട്ടെക്സും ലാസ്റ്റ് വേർട്ടെക്സും സെയിം ആണെങ്കിൽ അതിനെ എന്ത് പറയും? പാത്ത് എന്ന് പറയും. അതിനെന്ത് പറയും? സൈക്കിൾ എന്ന് പറയും. ഒരു അനദർ പാത്താണ് ഞാനിപ്പോ എഴുതാൻ പോകുന്നത്. 3 4 4 1 1 2 2 3. This is another path. Its first vertex and last vertex are same. Therefore, it is a cycle. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഒരു സൈക്കിൾ ആണ്. ഓക്കെ, മനസ്സിലായോ എന്താ സൈക്കിൾ എന്നുള്ളത്?
ഇതിന് നമ്മൾ അൺകണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയും. കാരണം ഇത് ഒരു ഗ്രാഫാണ്, ഇത് ഒരു ഗ്രാഫാണ്. ഇത് തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ഒന്നുമില്ല, സെപ്പറേറ്റ് ഗ്രാഫ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിന് എന്ത് പറയാം, അൺകണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയാം. ഇപ്പൊ ഇത് തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊറ്റ ഗ്രാഫായി. അങ്ങനെയാണെങ്കിൽ ഇതിന് എന്ത് പറയും, കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താണ്, അൺകണക്റ്റഡ് ഗ്രാഫാണ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണക്ഷനായി. അങ്ങനെയാണ് ഇത് കണക്റ്റഡ് ഗ്രാഫാണ്. ഒരു കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു കംപ്ലീറ്റ് ഗ്രാഫ് ആണെങ്കിൽ ഇഫ് ദർ ഇസ് എ പാത്ത് ഫ്രം, ഒരു പാത്ത് വേണം ഒരു വെർട്ടെക്സിൽ നിന്ന് എല്ലാ വെർട്ടെക്സിലേക്ക്. ഇപ്പൊ 1 എന്ന് എടുക്കുവാണെങ്കിൽ ഇതിനകത്ത് എത്ര വെർട്ടെക്സ് ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട് അല്ലെ. അപ്പൊ അവിടേക്കെല്ലാം എന്ത് വേണം, കണക്ഷൻ വേണം. ഓക്കെ, പാത്ത് ഉണ്ടായിരിക്കണം. ഇപ്പൊ 1-ൽ നിന്ന് ഡയറക്റ്റ് പാത്ത്, 1-ൽ നിന്ന് 4, 1-ൽ നിന്ന് 3. ഓക്കെ, ഇത് അങ്ങനെയുള്ള ഗ്രാഫിനെ പറയുന്നതാണ് കംപ്ലീറ്റ് ഗ്രാഫ്. എല്ലാ നോഡ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വേണം. ഇപ്പൊ 2 എടുത്തു കഴിഞ്ഞാൽ 1ലേക്ക് കണക്ഷൻ, 3ലേക്ക്, 4ലേക്ക്. 3 എടുത്തു കഴിഞ്ഞാൽ 1 2 4, 4 എടുത്തു കഴിഞ്ഞാൽ 1 2 3. മനസ്സിലായോ? ഏത് നോഡ് എടുത്തു കഴിഞ്ഞാലും ആ നോഡ് ഒഴിച്ച് ബാക്കി എല്ലാ നോഡിലേക്കും കണക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഗ്രാഫിനെയാണ് എന്ത് പറയുന്നത്, കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയും. ഒരു കംപ്ലീറ്റ് ഗ്രാഫിന്റെ അകത്ത്, ഒരു ഗ്രാഫിന്റെ അകത്ത് n നോഡ്സ് ഉണ്ടെങ്കിൽ അതിന്റെ അകത്ത് എത്ര എഡ്ജസ് കാണും, n into n minus 1 divided by 2 എഡ്ജസ് കാണും. ഒരു ഗ്രാഫിന്റെ അകത്ത് n നോഡ്സ് ഉണ്ടെങ്കിൽ എത്ര എഡ്ജസ് ആ, n into n minus 1 divided by 2. കേസിൽ 4 നോഡ്സ് ഉണ്ട്. അപ്പൊ എത്ര എഡ്ജസ് കാണും, n എന്ന് പറയുന്നത് 4. അപ്പൊ 4 into 4 minus 1 3 by 2 എത്ര എണ്ണം കാണും? ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു 6. നോക്കിയേ, 6 എണ്ണം ഉണ്ടാകുന്നു. 1 2 3 4 5 6 കണ്ടോ. അപ്പം ഒരു കംപ്ലീറ്റ് ഗ്രാഫിന്റെ അകത്ത് എത്ര എഡ്ജസ് കാണും, n നോട്ട്സ് ഉണ്ടെങ്കിൽ n into n minus 1 divided by 2 എഡ്ജസ് കാണും. ഓക്കെ, അപ്പം നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പഠിച്ചത് എന്താണ് ഒരു ഗ്രാഫ്, അതിനകത്ത് യൂസ് ചെയ്യുന്ന ടേംസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പഠിച്ചത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.